അപ്പൊ ഒരു മഴമേഘമായിട്ടാണ് തസ്നി നജീബിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അന്ന് വല്ലാതെ മഴ പെയ്യുന്നു പത്തനാപുരത്ത്. മഴ തലേ ദിവസം വരെ ഉണ്ടായിരുന്നല്ലോ. തലേ ദിവസം വരെ ഉണ്ടായിരുന്നു. അന്ന് മഴ നിന്നു. എങ്ങനെയാണ് തസ്നി നജീബിനെ ആദ്യം കണ്ടുമുട്ടിയത്? അത് വീട്ടില് പെണ്ണ് കാണാൻ. അതല്ല, അതിനു മുമ്പ് കണ്ണുടക്കിയത് എപ്പോഴാന്ന് പറ. അങ്ങനെ ഇല്ല, അതിനു മുമ്പ് നീ നജീബ് പാടുന്ന കണ്ടിട്ടില്ലേ തസ്നി? അതല്ല, എന്റെ ഫോണിൽ ഞാൻ റിംഗ് ടോൺ ഇട്ടിരുന്നു മൽഹാറിലെ ഈ പാട്ടിന്റെ അനുപല്ലവി ഞാൻ റിംഗ് ടോൺ ആയിട്ട് നേരത്തെ. അപ്പം മമ്മി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇത് മാത്രം ഇങ്ങനെ മാറ്റാതെ ഇടുന്ന എന്താന്ന് ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞു? എനിക്കിഷ്ടമാണ് പാട്ട് ഇഷ്ടമാണെന്ന് പാട്ടുകാരൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പക്ഷെ അതിന് നെക്സ്റ്റ് വീക്കാണ് ഇങ്ങനെ ഒരു ഷോ വരുന്നതും. ഓ, ഒരാഴ്ച മുമ്പ് പറഞ്ഞു. ഒരാഴ്ച മുമ്പേ പറഞ്ഞ കാര്യം. ഒരാഴ്ചയല്ല, ഒരു മാസം. ഒരു മാസത്തിന് സന്ദർഭം പറഞ്ഞു. ചെറിയ നുണയൊക്കെ പറയാൻ കേട്ടോ, കുഴപ്പമില്ല. ഈ ഫ്ലോറിൽ ചെറിയ നുണ പറയാം, വലിയ നുണ പറയരുത് മാത്രമേ പ്രശ്നമുള്ളൂ. ഒരു മാസത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ അങ്ങ് പോയി. അങ്ങനെ ഞാൻ കോളേജിൽ നിൽക്കുന്ന ടൈമിൽ മമ്മി ഇങ്ങനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനത്തെ. അപ്പം വന്നു, പെണ്ണ് കണ്ടു. അപ്പൊ നീ പറഞ്ഞു വലിയ സന്തോഷാന്ന് പറഞ്ഞു? സന്തോഷം അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇല്ല, മമ്മിയുടെ ഇഷ്ടമാന്ന് പറഞ്ഞു. ഓ, അതാണ് ഈ പെമ്പിള്ളേര് വലിയ തട്ടിപ്പാട്ടോ. അത് മമ്മിയുടെ ഇഷ്ടം നടക്കട്ടെ. അപ്പൊ നിനക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കല്യാണം ഉറപ്പിച്ചു? ഇല്ല, പിന്നെ വന്ന് കണ്ടു. അതിനുശേഷം എൻഗേജ്മെന്റ് കണ്ടപ്പോ എന്താണ് നജീം പറഞ്ഞു? ഞാൻ നജീം അർഷാദ് എന്ന് പറഞ്ഞു, പരിചയപ്പെടുത്തി. അങ്ങനല്ല, പാട്ട് പാടിത്തന്നു. പാട്ട് പാടുന്നോ? പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ആ പാട്ട് പാടി കൊടുക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഏത് പാട്ടാ പാടിയത് തസ്നി? മൽഹാറിലെയും പാടിയിരുന്നു. ഒരുപാട് പാട്ട് പാടിയോ? തൊട്ടുണ്ടാ തൊടാൻ വേണ്ടി പാടിയതാണ്. അത് ശരി. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ പാട്ടും പാടാറുള്ളൂ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കിയില്ല. 1, 2, 3, 4 പാട്ട്. എത്ര പാട്ടുമാണ് പാടിത്തരാൻ പറഞ്ഞു. 2 പാട്ട് പാടി കൊടുത്തു. 2 പാട്ട്. രണ്ടാമത്തെ പാട്ടായിരുന്നു തൊട്ട് തൊട്ട് പാടി മാത്രമല്ല, തൊടാമൊന്നും വന്നിട്ടില്ല ആ പാട്ട്. നജീമിന്റെ ഒരുപാട് ആരാധകർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ തലമുറയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് നജീം. കോളേജ് ക്യാമ്പസുകളിലൊക്കെ പെൺകുട്ടികൾ നജീമിൻ്റെ ആരാധകരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കിക്കി പോലും ട്യൂണിൽ വെച്ചിരിക്കുന്നത്, മൊബൈൽ ട്യൂൺ വെച്ചിരിക്കുന്ന നജീമിൻ്റെ പാട്ടുകളാണ്. പക്ഷെ അത് കിക്കി മാത്രമല്ല, ഒരുപാട് കിക്കുകൾ വെച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ ചങ്ക് തകർത്ത് കളഞ്ഞല്ലോ എൻ്റെ നജീമെ ഈ കല്യാണം കഴിക്കുന്നു. എനിക്ക് ഇത്ര വയസ്സായി, ഇനി നോക്കി നിൽക്കാൻ പറ്റില്ല. വയസ്സ് അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് തന്നെ 1.5 വർഷത്തിൽ കൂടുതലായി. പല ആൾക്കാരും വളരെ കൗതുകപൂർവ്വം, ഞാൻ നജീമിന്റെ കല്യാണത്തിന് വന്നാണ്, അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയുന്നത് കേട്ടു, എന്തുകൊണ്ടാണ് ഈ പഹയനൊരു പ്രണയവിവാഹം കഴിക്കായിരുന്നത്? എത്രയോ പെൺകുട്ടികൾ മെസ്സേജും മറ്റത് ഉമ്മച്ചക്കറിയില്ലേ, അതായത് ആയിരക്കണക്കിന് പെൺകുട്ടികൾ പ്രണയാഭ്യർത്ഥനകൾ നടത്തുമ്പോൾ ഇവരെന്തുകൊണ്ട് പ്രണയിച്ചില്ല ഉമ്മച്ചി? എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നുകൊണ്ടേ എനിക്ക്. അത് കല്യാണത്തിന് തലേദിവസം നേരം വിളിക്കണം വരെ മെസ്സേജ് ആയിരുന്നു. കല്യാണം എങ്ങനെയെങ്കിലും ഉഴപ്പിക്കണം നേരം വിളിക്കണത് വരെ നജീം ഇക്കാനെ എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് തോന്നുന്നു ഇപ്പൊ മൊബൈലിൽ. അല്ല, കുറേ മെസ്സേജ് ഇങ്ങനെ വരും. അത് പിന്നെ പല പല മെസ്സേജുകളും വരും പലയിടത്തുനിന്ന്. അപ്പൊ ഇവന്റെ മെസ്സേജുകളെല്ലാം ഉമ്മച്ചിയാണ് വായിച്ചു നോക്കുന്നത്? എന്റെ വരുന്നതൊക്കെ ഞാൻ നോക്കും. പക്ഷേ നമ്പർ കണ്ടുപിടിച്ച എന്റെ നമ്പറിലാണ് കൂടുതലും വരുന്നത്. ഉമ്മയെ സ്വാധീനിച്ചാൽ മാത്രമേ നടക്കൂ. ബുദ്ധിയുള്ള ആൾക്കാരാ കുട്ടികൾ. നജീബേ, നീ പ്രണയിച്ചില്ലടാ? നമുക്ക് പറ്റിയ പരിപാടിയല്ല പ്രണയം. പിന്നെ വേറെ കിക്കി ഇവിടെ ഇരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരു പറ വെക്കട്ടെ. ശരിക്കും നമ്മുടെ ഉള്ളറിഞ്ഞ് പ്രണയിച്ചു തുടങ്ങിയത് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമ്മുടെ. കാരണം നമുക്ക് അത് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ മനസ്സിനെ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഒത്തിണങ്ങിയ ഒരാളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെല്ലാം അതിനുശേഷമാണ് ഞാൻ റിയലായിട്ട് മറ്റതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നതല്ല ഞാൻ പറഞ്ഞത്.
നമ്മുടെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്, അതായത് ഒരു സമ്പൂർണ്ണ പ്രണയം സാധ്യമാകുന്ന കിക്കിലൂടെയായിരുന്നു. അത് കാരണം മറ്റൊക്കെ ചെറിയൊരു അല്പൽപ പ്രണയം, നമുക്കത് മറ്റേതൊക്കെ വെറും ഭാഗികമായ പ്രണയങ്ങൾ അല്ലേ? ഭാഗികമായ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഒരു വർത്തമാനം പറയാനും ഒന്ന് അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് വളരെ ഇപ്പൊ കെയറിന്റെ രൂപത്തിലായാലും കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് കെയറൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംഭവം തോന്നിയിട്ടില്ല. ഒരു പേടിയായിരുന്നു പ്രണയിക്കാൻ വേണ്ടി, സത്യമായിട്ട് ചോദിക്കുക? ശരിക്കും ആക്ച്വലി ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. കാരണം എനിക്ക് പിന്നെ എല്ലാവരുടെ ബ്ലെസ്സിങ്സ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമ്മുടെ ഒരു കല്യാണം നടക്കണം എന്നുള്ളൊരു സംഭവം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വിപ്ലവകരമായ കല്യാണം നടത്തിയ 2 ആൾക്കാരുടെ മകനാണിവൻ. അത് പ്രേക്ഷകർക്ക് അറിയണ്ടാവില്ല. നജീമിന്റെ ബാപ്പയും ഉമ്മയും വലിയൊരു പ്രണയവിവാഹം കഴിച്ച ആൾക്കാരാണ്. അതറിയോ കിക്കിക്ക്? ബാപ്പ ഉമ്മ ഒരൊറ്റ പാട്ടിലാണ് ബാപ്പ ഉമ്മയെ വീഴ്ചത്. എന്തായിരുന്നു ബാപ്പ ആ പാട്ട്? ഒന്ന് പാടിക്കള. ആ പാട്ട് MS വിശ്വനാഥൻ ട്യൂൺ ചെയ്ത അൻപേവ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഒരു പാട്ടിൽ ഒരു പെൺകുട്ടിയെ വീഴിക്കാനുള്ള അത് പലർക്കും കഴിഞ്ഞിട്ടില്ല, ഒരുപാട് പേർക്ക് കഴിഞ്ഞിട്ടില്ല. നജീമ് തന്നെ എത്രയോ പാട്ട് പാടിയിട്ടും ഇതുവരെ. അൻപേവാ 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 വാ വാ. ഉള്ളം എന്തൊരു കോയിലിലെ ദൈവം വേണ്ടും അൻപേവാ. കൺകൾ എന്തൊരു ചോലയിലെ തെன்றൽ വേണ്ടും അൻപേവാ. കൺകൾ എന്തൊരു ചോലയിലെ തെன்றൽ വേണ്ടും അൻപേവാ. അൻപേവാ അൻപേവാ വാ വാ. അപ്പൊ ഇതിനുള്ള മറുപടിയായിട്ട് അമ്മ എന്താ പാടിക്കൊടുത്തത്? ഈ ഇങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പാട്ട് പാടിയപ്പോൾ തിരിച്ചു വീഴ്ത്തണ്ടേ? നല്ല സമയം നടക്കുള്ളൂ അല്ലേ നജീമേ? ഈ വിദ്യ മാത്രം നജീബിന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ ഈ ഉമ്മയും പോയാണ്. പ്രണയ വിവാഹത്തിന് എതിരൊന്നും അല്ലായിരുന്നു ഞങ്ങള്. മോനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് പ്രണയിച്ചെങ്കിലും കേട്ട. കാരണം കല്യാണം നമ്മൾ ഒത്തിരി ആലോചനകളൊക്കെ ഇങ്ങനെ ഒരു 8 മാസമൊക്കെ നമ്മളിതിനു വേണ്ടി നടന്നു. അപ്പോൾ ഒത്തിരി കുട്ടികളെയൊന്നും അവനങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടാതെ ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഈ പ്രണയിച്ചെങ്കിലും ഒരു നില കല്യാണം കഴിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സെലക്ട് ചെയ്യുന്ന കുട്ടി നല്ലതായിരിക്കണം. ആ കണ്ടീഷനിലാണ് നജീം പെട്ടുപോയത്. അതെ അതെ. അല്ല പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവൻ ഉമ്മച്ചിയുടെ ഒരു മോനാ. എന്താ കാരണം അറിയാം? ഇവന് എപ്പം ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഉമ്മച്ചി കൂടി ഉണ്ടാവും. ഉമ്മയില്ലാതെ നജീമിന് ഒരു ഏർപ്പാടുമില്ല. സൂക്ഷിച്ചോണം കേട്ടോ. അപ്പൊ ശരി, അപ്പൊ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ വീഴ്ത്തിയത്, ബാപ്പനെ വീഴ്ത്തിയത്? പാട്ടൊന്നും പാടിയില്ല. ഒരു പാട്ട് പാടി നമുക്ക് അറിയാം, പാടിയതാണ്. അതൊക്കെ വിട്. ഓക്കെ ശരി. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം. നാണം വന്നിരിക്കുന്നുണ്ട്. ശരിക്കും നാണം വന്നില്ലേ? ഓർമ്മ വന്നത്. അയ്യോ, ഓർമ്മ വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു കാലമായിരുന്നല്ലേ പാപ്പ? അതെ. നിങ്ങൾ നാടകം, പാട്ട്, എന്തായിരുന്നു പ്രഖ്യാപനം? ട്രൂപ്പ് അരികിൽ വരും. ഒരു 2 പേര് പാടാം, അത് നല്ലൊരു പാട്ടല്ലേ? അജ്ഞാത ഗായക അരികിൽ
അരികിൽ വരൂ. അതിലാണ് ഈ ചൂണ്ടയിലാണ് ഏത് നജീബിന്റെ പാപ്പ കുരുങ്ങിയത്. അജ്ഞാത ഗായിക അരികിൽ വരൂ അരികിൽ വരൂ എന്ന് കണ്ട. ഇതിന് ശേഷമാണ് നജീബ് പോയിട്ട് പെണ്ണ് കാണുന്ന സമയത്ത് തൊട്ടോട്ടെ തൊട്ടോട്ടെ എന്നുള്ള പാട്ട് പാടി. ഇൻസ്പിറേഷൻ. വലിയ വിപ്ലവകരമായൊരു വിവാഹം കൂടിയായിരുന്നല്ലേ പാപ്പ? വേറൊരു വിശ്വാസധാരയിൽ നിന്നുള്ളൊരു കുട്ടി കൂടിയായിരുന്നു. അതെ അതെ അല്ലേ? അതെ. ബാപ്പ മുസ്ലിം, ഉമ്മ ഹിന്ദു. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം വരുമ്പം ജാതിയോ മതമോ മറ്റൊന്നും നോക്കാറില്ല. അതാണ് അതിന്റെ സത്യം. സ്നേഹത്തിന്റെ മുമ്പിൽ ഒന്നും, ബാക്കിയെല്ലാം നിഷ്പ്രഭനായി. ഇതൊക്കെ ഈ പിള്ളേർക്കുള്ളൊരു മാർഗദീപമാണോ? അങ്ങനെയല്ല, സ്നേഹിക്കുന്ന കുഴപ്പമില്ല. നല്ല ഇതായി കുട്ടിയായിരിക്കണം. പിന്നെ നമ്മൾ ജീവിക്കുമ്പോഴും പരസ്പരം വിട്ടുവീഴ്ചക്കെല്ലാം അല്ല, തയ്യാറാണ്. മൂപ്പറ് നമ്മുടെ കൈ പിടിച്ചാ പിടിച്ചോളും, വിടില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒന്നും കൂടെ ആലോചിച്ചോ, മൂപ്പറ് നമ്മളെ കൈ വിടുവോ വഴിക്ക് വെച്ചിട്ട്? ഇല്ല അങ്ങനത്തെ ഇല്ല. സ്വഭാവമൊക്കെ നോക്കിയാ കാര്യമായിട്ട്? അറിയാം, നല്ല സ്വഭാവം. നല്ല സ്വഭാവക്കാരോ? കല്യാണം കഴിച്ച ഉമ്മച്ചി ഒരു പിടി പിടിച്ച് ആ പിടിയിൽ നിന്ന് വാപ്പയ്ക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഒരു ഒരു പൂജപ്പുര സെൻട്രൽ ജയില് പോലത്തെ ഒരു പിടുത്തായിരുന്നു അല്ലേ പാപ്പ? വല്ലാത്തൊരു പിടുത്താ പിടിച്ചല്ലേ സാറ്? ഞാന് 1965 ആദ്യമായിട്ട് ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്റർ കോളേജേറ്റ് മത്സരത്തിന് 1965 സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടി. എൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. അവൻ അടുത്തുള്ള പല ആൾക്കാരും വന്ന് അഭിനന്ദിച്ചു. എനിക്ക് ഒരു ഗാനമേള ആദ്യമായിട്ട് തിരുമലയ്ക്കടുത്തുള്ള പുന്നയ്ക്കമകൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് കിട്ടി. ആ പരിപാടിക്ക് പാടാൻ വന്ന കുട്ടിയാണ് ഇതാണ്. ഞാൻ പിന്നെ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറും ഇത് 8th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന സമയത്ത് വന്നതാണ്. ഞാൻ 10-11 കൊല്ലം. പിന്നെ എനിക്ക് ധാരാളം പ്രോഗ്രാംസ് ഒക്കെ കിട്ടി. അങ്ങനെ എല്ലാ പ്രോഗ്രാംസിനും ഞാൻ പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് ഏകദേശം 12 കൊല്ലം എൻ്റെ കൂടെ പാടി ഞാൻ ഇവിടെ വിവാഹം കഴിച്ചു. 12 വർഷം ഇവര് പാടി കൂടെ? അതെ അതെ. ആ 12 വർഷത്തിലെ ആ രാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അതെ അതെ. രാഗവിസ്താരത്തിലൂടെയാണ് പ്രണയം മുന്നോട്ട്. രാഗവിസ്താരം ഒന്നും പറയാൻ ഒക്കില്ല. എനിക്കൊരു ജോലി കിട്ടിയതിന് ശേഷമേ ഞാൻ ഇവിടെ വിവാഹം കഴിക്കണമെന്നൊരു താല്പര്യം വന്നോളൂ. അതിനു മുമ്പൊന്നും ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എക്സ്പ്രസ് ചെയ്തത്. അല്ല, ഒരാള് എനിക്ക് ഇഷ്ടമായിരുന്നു. അല്ല, എന്നാലും അതിനു മുമ്പ് പിന്നെ പുള്ളിക്കാരത്തി പൊടി തട്ടി പോയിരുന്നെങ്കിലോ? അത് ഞാൻ അറിയില്ല. അറിയില്ല. എന്നാലും ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചോ? അങ്ങനെ മൂപ്പത്തേക്ക് മനസ്സിലായി നമുക്കൊരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം. അത് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടില്ല സാർ. പിന്നെ എങ്ങനെ മനസ്സിലായത് ഉമ്മച്ചി? സാറ് പറഞ്ഞ് വിഷമിപ്പിക്കുന്നു. എന്റെ അമ്മ, ഈ കിക്കുള്ള നാടകത്തെക്കാളും വലിയ നാടകമായി പോയല്ലോ ഇത്രയും നാളായിട്ട്. ഞാന് ഇതൊക്കെ ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കണത്. ഇതിന് മറ്റേ നമ്മുടെ സാറിനോടും ജെബി ജംഗ്ഷനോടും നന്ദി. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല കാര്യങ്ങള്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ആലോചിച്ചു, വീട്ടുകാർക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല. എന്തായാലും എൻ്റെ ഒരു ചേച്ചി മാത്രം എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു സാറേ. ബാക്കി എല്ലാവരും എതിർത്തു? എല്ലാവരും എതിർപ്പായിരുന്നു. നമ്മുടെ വീട്ടിലോ പാപ്പ? എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. നമ്മള് കലാകാരനും സ്വതന്ത്രനായതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. അല്ല, എനിക്ക് എൻ്റെ ഫാദർ മുതലൊക്കെ നേരത്തെ മരിച്ചിരുന്നു. ഞാൻ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ്. അപ്പൊ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഉള്ള ഇവളോടുള്ള ഒരിതെന്ന് പറഞ്ഞാൽ ഇവക്ക് ജന്മന സ്വത്തൊക്കെ ഉണ്ട്. ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൾ എന്നോട് ഇറങ്ങി വന്നു. എന്നതാണ് ഇപ്പൊ എന്റെ മനസ്സിലേക്ക് നല്ല അറിയോ, ഒരു 60കളിലും 70കളിലും ഒരു പ്രേം നസീർ സിനിമ കണ്ടൊരു ഭാവമാണ് എനിക്ക്. ആ അഭ്രപാടിയിലൂടെ നമ്മളിങ്ങനെ ഊളിയിട്ട് അല്ലേ ശരിക്കും പറഞ്ഞാല്? അത് ഈ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഫാദർ ഉള്ള വസ്തു എല്ലാം 2 മക്കൾക്കായിട്ട് എഴുതി കൊടുത്തു. നമുക്ക് കിട്ടില്ല ഒരു സെന്റ് സ്ഥലം. ഞങ്ങളിട്ട് ഇന്നവന് കൊടുത്തത് ഞങ്ങളിട്ട് പരാതിക്ക് പോയിട്ടില്ല. ഇന്നവിടെ ഒരു സെന്റിന് 40 ലക്ഷം രൂപ വിലയുണ്ട്. നമുക്ക് പിടിച്ച് മേടിക്കണോ? വേണ്ട സാർ, വേണ്ട. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എൻ്റെ മകൻ ഈ ഒരു നിലയിൽ എന്നെ എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നഷ്ടപ്പെട്ട
40-50 ലക്ഷം സെന്റിനുള്ള ഭൂമിയേക്കാൾ എത്രത്തോളം മൂല്യമുള്ള ഒരാളാണ് ആണ് സാർ. നജീമിലൂടെ അതെ അതെ ബാപ്പയ്ക്ക് ഉമ്മയ്ക്ക് കിട്ടിയത്. ഒരുപക്ഷെ ഒരു മകനും ഇതുപോലുള്ളൊരു സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെ അത്ഭുതമാണ്. നജീബിനെ ചിന്തിച്ചു നോക്കുക അല്ലേ, എത്രത്തോളം സ്നേഹത്തിലൂടെയാണ് നജീബ് കടന്നുപോയത്. എനിക്കിപ്പോൾ കിട്ടിയ ഈ ഒരു നേട്ടങ്ങളെല്ലാം ഈ വാപ്പയുടെ ഉമ്മയുടെ മകനായിട്ട് ജനിച്ചതിൻ്റെ ഒരു പുണ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ എത്രയോ പേരുണ്ട് നമ്മളെക്കാട്ടിയൊക്കെ പാടുന്നത്, പക്ഷെ എനിക്ക് ഇത്രയും ഭാഗ്യങ്ങളൊക്കെ തന്നതെല്ലാം അവിടെ നിന്ന് വന്നിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. തസ്നി ശ്രദ്ധിക്കണം, ഈ ബാപ്പയും ഉമ്മയും സ്നേഹം വാരിക്കൊടുത്ത് ഈ രൂപത്തിലാക്കിയതാണ്. വലിയൊരു മുത്തനാണ് കൈ കെട്ടിയേക്കുന്നത്. വിടമാട്ടെന്ന് വല്ലതും പറയോ? അങ്ങനെ പറയത്തില്ല. പിന്നെ എങ്ങനെയാ പറയാ? പോകാമെന്ന് പറയാം. 60-70 2 മതവിഭാഗങ്ങളിൽപ്പെട്ടുന്ന ആൾക്കാർ എല്ലാ സ്വത്തും തടവൽക്കരിച്ചുകൊണ്ട് കുടുംബക്കാരെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ കൈപിടിച്ച് പുതിയ ജീവിതത്തിലേക്ക് വന്നു. ആ ഒരു സ്നേഹം നജീബ്, അതിനു മുമ്പിൽ നമുക്ക് ഒരു പ്രണാമം അർപ്പിക്കേണ്ടതുണ്ട്. ഒരു പാട്ട്. ഓക്കെ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരാൾ വരേണ്ട സമയമായിരിക്കുന്നു, വരട്ടെ. നജി, കിക്കി, നമസ്കാരം. നജീമും ഞാനും ഞങ്ങൾ വന്നിട്ടുള്ള വഴികൾ, ഒരു മ്യൂസിക് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ വന്ന വഴികൾ പലതും ഒരേപോലെ ആയിരുന്നു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും ടെലിവിഷനിലുള്ള മത്സരങ്ങളാണെങ്കിലും ഒക്കെ തന്നെ. മാത്രമല്ല ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ടും ഒക്കെ വളരെ വലുതായിരുന്നു. അപ്പം അന്ന് നജീം എനിക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് മത്സരിക്കാൻ വരുന്ന ഒരു കുട്ടി, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് മത്സരിക്കാൻ വരുന്ന ഒരു കുട്ടി എന്നുള്ളൊരു അടുപ്പായിരുന്നു. മറിച്ച് ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ച് പാടിക്കൊണ്ടിരിക്കുമ്പം ഒരേ സ്റ്റേജിലൊക്കെ പാടുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. നജീമിന് ഇപ്പൊ ഉണ്ടാവണ ഓരോ അച്ചീവ്മെന്റ്സും എനിക്ക് സ്വന്തം ഉണ്ടാവണ അച്ചീവ്മെന്റ്സ് പോലെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദറിന് ഉണ്ടാവണ അച്ചീവ്മെന്റ്സ് പോലെ ഞാൻ സന്തോഷിക്കാറുണ്ട്. ഇന്നിപ്പോ നജീം വളരെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സുന്ദരി കുട്ടി കൂടിയുണ്ട്. അപ്പൊ രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. നജീമിനോട് എനിക്ക് ചോദിക്കാനുള്ളത് മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല. നജീം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണെന്ന്, യങ്സ്റ്റേഴ്സിൽ ഏറ്റവും അധികം പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നജീമിന് ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്നാണെങ്കിലും കിക്കിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, കിക്കി വളരെ പ്രൊഫഷണലാണ്. എത്രയോ വർഷം വളരെ സ്ട്രെയിൻ എടുത്ത് പഠിച്ച് ബിരുദം കയ്യിലുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ നജീം എങ്ങനെയാണ് ഇനി ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ കിക്കിയെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം. സിത്താര ചോദിച്ചിരിക്കുന്നു, അതിലേക്ക് മുഴുകിപ്പോയി കേട്ടോ. സിത്താര പറഞ്ഞതൊക്കെ കേട്ടാ. ഇനി എങ്ങനെയാണ് നജീബ് ഖാന്, എന്താണ് നജീബിൽ നിന്ന് കിക്കി പ്രതീക്ഷിക്കുന്നത്? ഒരു പേടിയുണ്ടോ? ഞാൻ ചോദിക്കണം, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഒന്ന് വോയിസ് കുട്ടിക്ക്, ഈ കുട്ടിയുടെ കുട്ടിയാ അല്ല, ഞാൻ ഈ കുട്ടിയോടാ പറയണ്ട, കുട്ടിക്കോ? അതായത് ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നജീബിന്റെ ജീവിതത്തിലേക്ക് സഹധർമ്മിണിയായിട്ട് കാലെടുത്ത് കുത്തുമ്പോൾ സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് ഒരു ചെറിയൊരു അമ്പരപ്പുണ്ടാവും. എന്ന കാരണം എങ്ങനെയാണ് ഈ മുതലിനെ ഒന്ന് കൈകാര്യം ചെയ്തെടുക്കുക? കൂട്ടുകാരോട് എന്താ പറഞ്ഞത്? പുതിയ ലൈഫാണ്. അപ്പം ഞാൻ ഇത്തിരി ആയത്തും മിണ്ടാൻ ഇത്തിരി ടൈം എടുക്കുന്ന ഒരാളാ. മിണ്ടാൻ കുറച്ച് സമയം എടുക്കും. മിണ്ടി കഴിഞ്ഞാൽ നിർത്താനും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് അപ്പൊ എന്താ ഇത്തിരിയും കൂടി നല്ല ബോൾഡ് ആവാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ കിക്കിയുടെ നിങ്ങൾ അറിയാത്തൊരു സുഹൃത്തിനെ എനിക്കറിയാം. ആ സുഹൃത്ത് കിക്കി കൊടുത്ത ഉപദേശം എന്ന് വെച്ചാൽ, കിക്കി
നജീമിന് ഒരുപാട് ആരാധകരും ആൾക്കാരൊക്കെ ഉണ്ട്. നീ ഇങ്ങനെ എപ്പോഴും പൊട്ടലും ചേട്ടിലുമായിട്ട് നിൽക്കരുത്. അയാളൊരു സെലിബ്രിറ്റിയാണ്. സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞാരാന്നറിയോ? ഞാൻ പേര് പറഞ്ഞാറാ. അതുകൊണ്ട് നീ ഒരു അണ്ടർസ്റ്റാൻഡിങ് വൈഫായിരിക്കണം. ഒരു സെലിബ്രിറ്റിയുടെ വൈഫാണ്. അതുകൊണ്ട് ആ സെലിബ്രിറ്റിക്ക് കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ശേഷിയും ഒരു മെച്യൂരിറ്റിയും നീ കൈവരിക്കണം. ആരാ പറഞ്ഞത്? വീട്ടുകാർ പറഞ്ഞു. എന്നിട്ട് മെച്യൂരിറ്റി ആയോ? ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ. ഈ ഉമ്മയും ബാപ്പയൊക്കെ ഇത്രത്തോളം സ്നേഹം ഈ നജീബിന് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു കുശുമ്പ് കുഞ്ഞായ്മ ഉണ്ടാ? ഇല്ല. കൂടുതൽ സ്നേഹം കൊടുത്തോട്ടെ എന്നുള്ളതാണ്. കൊടുത്തോട്ടെ എന്നുള്ളതാണ്. അത് കുറച്ച് നമ്മൾ കൊടുത്താൽ എന്നുള്ള അർത്ഥത്തിലാണോ? കൊടുത്തോട്ടെ. നജീബിന് ഇപ്പോൾ SMS വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും SMS വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ടില്ല. ഫുൾ ചെക്കിംഗ് ഫുൾ ചെക്കിംഗ്. അഥവാ ഒരു SMS വന്ന് വീട് കഴിയുമ്പോൾ എന്താണ് ചെയ്യുകയാണ്? നെവർ അഗെയിൻ റിപ്പീറ്റ് ദിസ്, ഐ ആം ഹിസ് വൈഫ് കിക്കി. പിന്നെ എന്താ പറയാ സാധാരണ? ഇതിന്റെ ഇടയ്ക്ക് 2-3 മെസ്സേജുകൾ അയച്ചിരുന്നല്ലോ. ഇനി ഇങ്ങോട്ട് വെറുതെ ആവർത്തിച്ച്. ഞാൻ പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല. ഉമ്മച്ചിയുടെ ഫോണിൽ വന്നിട്ടുണ്ട്, ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. അത് കല്യാണത്തിന് മുന്നേ 13th അതിന്റെ മുന്നേ. അത് കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് വരരുത് പറഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വളരെ വിശാല മനസ്കതയാണോ? കിക്കി എന്ന് പറയുന്ന നജീം ഇർഷാദിന്റെ സഹധർമ്മിണി വളരെ വിശാല മനസ്സുള്ള ആളാണ്. അതുകൊണ്ട് ഇനിയും വേണമെങ്കിൽ മെസ്സേജുകൾ അയച്ചോളൂ. വേണ്ട, പേടിച്ചു. ഈ ഷോയിൽ ആൾക്കാരെ കണ്ട് മെസ്സേജ് കൊടുക്കും. അതുകൊണ്ട് ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞോ. അയക്കണോ അയക്കണ്ടയോ? ഇനി അയക്കണ്ട. ഇത്രേ ഉള്ളൂ. പേടിച്ചു പോയി. ആരും അയക്കരുത്. അഥവാ അയക്കാണ് തന്നെ ഉമ്മച്ചിയുടെ മെസ്സേജിലേക്ക് ഫോണിലേക്ക് മാത്രമായില്ല. ഉമ്മച്ചിയാണെങ്കിൽ 60കളിലെ പ്രണയത്തിന്റെ ആളായതുകൊണ്ട് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. നജീബിനെ ഈ ഉമ്മച്ചി എപ്പോഴും, ഞാൻ എന്നെ കാണാൻ 2 വട്ടം വന്നപ്പോഴും പോലും ഉമ്മ കൂടെയുണ്ട്. ഉമ്മയില്ലാതെ നജീബിനൊരു പരിപാടി ഇല്ല. അത്ര ഒരു ബന്ധം ബാപ്പയോടില്ലല്ലേ? ഉമ്മയാണല്ലേ കംപ്ലീറ്റ്. അവൾ പോകുമ്പോൾ ആഹാരം എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ല പിന്നെ വേറൊരു കാര്യം, വീട്ടിലും എൻ്റെ 2ാമത്തെ മോനും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. ഒരു നിരാശ മാത്രമേ ഉമ്മച്ചിക്കും ബാപ്പയ്ക്കും ഉള്ളൂ നജീബ്. എന്താ കാരണം അറിയോ? നിന്നെ ഒരു പെണ്ണായിട്ട് കിട്ടാനായിരുന്നു അവരുടെ ആഗ്രഹം. കറക്റ്റല്ലേ? കണ്ടോ? 2 ആണുങ്ങളായിരുന്നു. 2 പേര് ആൺകുട്ടികളല്ലേ മൂത്തവര്. അപ്പൊ ഞങ്ങൾ അടുത്ത് 3ാമത് ഒരു പെണ്ണ് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. പേരൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് ഐഷ. ഓ, അങ്ങനെ എങ്ങനെ ആയിപ്പോയിരുന്നെങ്കിൽ ഈ കുട്ടിയെ കിട്ടുമായിരുന്നു ജീവിതത്തിലേക്ക്. പക്ഷെ അവൻ പെണ്ണാകാത്തിന് ഇപ്പൊ ഒരു സന്തോഷം. പിന്നെ ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ ആ പേര് ഞങ്ങൾ കളഞ്ഞില്ല. മൂത്ത മകന്റെ കുട്ടിക്ക് ആ പേരിട്ട് ഇട്ടു. ഇപ്പോഴും ഇടയ്ക്ക് ആയിഷ എന്ന് വിളിക്കുന്നുണ്ടോ? നാട്ടില് ചിലരൊക്കെ വിളിക്കും കാണുമ്പോ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗർഭിണിയായിരുന്ന സമയത്ത് പെണ്ണാണെങ്കിൽ ഐഷ എന്ന് പേരിടുന്നു. ഞാൻ അവരുടെ അടുത്തൊക്കെ പറയായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പോഴും മോനെ കാണുമ്പോ ഐഷ എന്ന് വിളിക്കും. അങ്ങനെ. അപ്പൊ ഇവരെ ചെറുപ്പത്തിൽ പറ്റിയ പെറ്റിക്കോട്ടൊക്കെയാണ് ഇട്ടോണ്ടിരുന്നത്. അങ്ങനെയൊന്നും ആക്കിയില്ല. ജനിച്ചതിന് ശേഷം ആൺകുട്ടിയുടെ വിഷമാണ്. ജനിച്ച ശേഷം പൊരുത്തപ്പെട്ടു. അതെ അതെ. ലോകം മൊത്തം വിളിക്കും. ലോകം മുഴുവൻ ഇനി വിളിക്കാൻ പോകുന്നത് ഐഷ എന്നായിരിക്കും. വരട്ടെ. എന്നാലേ നജി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അമ്മയുടെ കൈ പിടിച്ച് സ്കൂളിൽ വരുന്ന 2 വയസ്സുള്ള നജിയാണ് എനിക്കറിയാവുന്നത്. നജിയുടെ അമ്മ ആ സ്കൂളിലെ തന്നെ ടീച്ചറായിരുന്നു. എൻ്റെ ഉറ്റ സുഹൃത്തുമാണ്. 1ാം ക്ലാസ്സിൽ നജി എൻ്റെ ക്ലാസ്സിലായിരുന്നു. അതീവ ശ്രദ്ധയും ബുദ്ധിയും അച്ചടക്കമുള്ള ഒരു മിടുക്കനായ കുട്ടിയായിരുന്നു നജി. സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ എല്ലാം കണ്ണിലുള്ളു. സ്കൂളിൻ്റെ അഭിമാനം. എത്രയോ പ്രാവശ്യം അവൻ കലാപ്രതിഭ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. വിനയത്തിൻ്റെ കാര്യത്തിലോ വിനയത്തിൻ്റെ ചക്രവർത്തിയാണവൻ. സ്നേഹം, ദയ, അച്ചടക്കം, ആളുകളോടുള്ള ബഹുമാനം, ഇതെല്ലാം അവൻ്റെ സവിശേഷതകളാണ്. ഇതുപോലെ
ഈ ഒരു മകനെ വളർത്തിയെടുത്ത അച്ഛനമ്മമാരും ഈ സമയത്ത് പ്രശംസ അർഹിക്കുന്നു. നജിക്ക് മുൻപും നജിക്ക് പിൻപും ഇതുപോലൊരു കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. നജിയുടെ അധ്യാപികയാണെന്ന് പറയാൻ എനിക്കും അഭിമാനമുണ്ട്. നജി ആ പല്ലിൻ്റെ കാര്യം ഓർമ്മിക്കുന്നുണ്ടോ? നജി തന്നെ അതങ്ങ് പറഞ്ഞാൽ മതി. നജീബിനിപ്പോൾ പറയാൻ പറ്റില്ല. നജീൻ്റെ കണ്ണിലൂടെ വെള്ളം വരികയാണ്, ആനന്ദാശ്രുവാണ്. നജീ കരഞ്ഞാന്ന് നജീബ് കുഴപ്പമൊന്നുമില്ല. എന്താ കാരണം അറിയാം, അതൊക്കെ മനസ്സിൻ്റെ ഒരു തെളിച്ചത്തിൻ്റെ ഒരു പ്രതിഫലന. ഇനി എത്രയോ കാലം ഇനി കരയാനിരിക്കുന്നു. എന്ത് പറ്റി, എമോഷണൽ ആയിപ്പോയോ പെട്ടെന്ന്? ഒന്ന് കണ്ണ് തുടച്ചു കൊടുക്കേ, ടവല് കൊടുക്ക്, ഓള് തുടച്ചു തരും, കൊടുക്ക്. അപ്പൊ ഇത്രയും പാവം ഇതുകൊണ്ടാ നജീബ് വർഷാദ് മാപ്പിളപ്പാട്ട് LPG LPS ത്രിവിക്രമംഗലം. ഓ നോക്ക്, വെറുതെ അല്ല ടീച്ചർ പറഞ്ഞത്. പക്ഷെ അന്നൊരു കുരുത്തക്കെട്ട പാവം മോത്തുണ്ട് കേട്ടോ. നോക്ക്, നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതുപോലെ ഫോട്ടോസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ വരുന്നു അടുത്ത്. ഇതായ പിന്നെ കുറച്ച് പാവമായി പോയി അല്ലേ. നജീബ് എന്നുള്ളൊരു വ്യക്തിയുടെ രൂപപരിണാമം നോക്ക്. കിക്കി കണ്ട, അതാ വരുന്നു വലുതായി അവൻ ബാപ്പയെ പോലെ ഇതാ വരുന്നു. അതാ ഓ ഇടിവിട്ട് ഫോട്ടോകൾ നോക്ക്. നജീബ് എന്ന് പറഞ്ഞ നമ്മുടെ ഇഷ്ടഗായകന്റെ രൂപഭാവ പരിണാമ ഭേദങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷേ നജീബ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പം നജീബ് കണ്ണിലൂടെ കണ്ണീര് വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഷോയിൽ ഞങ്ങൾ ഇവിടെ വരുന്ന അതിഥികളുമായി ബന്ധപ്പെടുന്നവരെല്ലാം കൊണ്ടുവരും. ഒരുപക്ഷെ ഈ ഷോയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. പക്ഷേ ഈ ടീച്ചർ പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് തോന്നുന്നു വളരെ ആത്മാർത്ഥമായിട്ട്. പിന്നെ ഈ ചെറിയ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കൊന്നും അങ്ങനെ കള്ളം പറയാൻ അറിയില്ല. വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ടീച്ചർമാർ കള്ളം പറയും അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ആ ടീച്ചർ മനസ്സിൽ നിന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് വിഷമം, ഇമോഷണൽ ആയത്. ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ ടീച്ചറാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ LKG UKG ഡയറക്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൊണ്ടിരുത്തി ഉമ്മയുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ അക്ഷരങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ ടീച്ചറാണ്. അപ്പോൾ അത് പെട്ടെന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്കത് ഏറ്റവും വലിയൊരു അംഗീകാരം, എന്താണ് പറയുന്നത്, ഏറ്റവും വലിയൊരു സമ്മാനമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ തോന്നിയത്. നമ്മുടെ വികാരത്തെ അടക്കാൻ പറ്റി. അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇമോഷണൽ ആയത്. പിന്നെ ടീച്ചർ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ ഈ പല്ലുണ്ടല്ലോ, പല്ല് ഡോക്ടർ, അതുകൊണ്ട് അത് അതിനെക്കുറിച്ച് പറയാം. നജീബിന്റെ വിഷപ്പല്ല് പറിച്ചോ? ഒരു വിഷപ്പല്ലുണ്ട് ഇവിടെ. നീ എന്ത് BDS എന്ത് കുത്താണ്? ഇവിടെ ഡോക്ടറാണോ ശരിക്കും വന്നത്? ഇവന്റെ ഇവിടെ ഒരു വിഷപ്പല്ലുണ്ട്, അത് പറിച്ചു കളയണം. അറിഞ്ഞോ? ഫസ്റ്റ് നൈറ്റിൽ പറിച്ചില്ലേ? ഇത് പറിച്ചോ? ഇല്ല. ഇതൊരു വലിയ പാവം കുട്ടിയായിട്ടാ. അപ്പൊ നമുക്ക് താഴെ 2 അണപ്പല്ലുകൾ ഉണ്ടാവുമല്ലോ കൊച്ചു കുട്ടികൾക്ക്. അപ്പൊ അതിന്റെ ഇടയിലെല്ലാം അല്ലേ ഉമ്മ പറഞ്ഞിടും, അണപ്പല്ല് താഴെ ഇടയ്ക്ക് 4 പല്ല് വരാറ്. അങ്ങനെയാണ് വരുന്നത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവളോട് ചോദിക്കാം. ശരിക്കും മോനെ ഞാനെടുത്ത് താലോലിക്കുകയോ വളർത്തുകയോ ഒക്കെ ചെയ്തെങ്കിലും ഞാൻ ഈ പല്ല് ശ്രദ്ധിച്ചിട്ടില്ല, സത്യമാണ്. അപ്പോൾ ഒരു ദിവസം ടീച്ചർ എന്നെ വിളിച്ചിട്ട്, ടീച്ചർ മോനെ അടുത്ത് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അയ്യോ നമ്മുടെ മോനെ ഈ ഇങ്ങനെ 2 പല്ലിൻ്റെ ഇടയ്ക്ക് 4 പല്ല് വരേണ്ടടുത്ത് 3 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനത് കാണുന്നത്. ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ്, ശരിക്കും 4 പല്ല് അവിടെ വരും താഴത്തെ വരിയിൽ. ടീച്ചർ വളരെ സൂക്ഷിച്ചിട്ടുണ്ട്, വളരെ സൂക്ഷിച്ച്. അത് തന്നെയല്ല, ടീച്ചറിനെ പറ്റി എനിക്ക് പറയാം. നമ്മുടെ സ്കൂളിൽ ഒരു ബ്ലഡ് ക്യാൻസർ വന്നൊരു കുട്ടി മരിച്ചുപോയി. അപ്പോൾ ആ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ആദ്യം സ്കൂളിൽ വരുന്ന സമയത്തിന് അസുഖത്തിൻ്റെ തുടക്കമാണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ കൊച്ചിനെ അടുത്ത് വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ്, നിങ്ങളിത് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ കൊച്ചിന് ബ്ലഡിൻ്റെ അംശം ഇതിൻ്റെ പുറത്ത് ഒട്ടുമില്ല ശരീരത്തിൽ. അപ്പം ഇല്ല ടീച്ചറെ, ഇല്ല, അത് എന്തോ ഈ കൊച്ചുങ്ങൾ അരിയൊക്കെ വാരി തിന്നുന്ന കാരണം അതിൻ്റെ ഈ എന്തോന്ന് അതിനൊരു അസുഖം പറയില്ല, അങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കണതാണ്, അതിന് അസുഖം ഒന്നുമില്ല എന്നൊക്കെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞില്ല, നിങ്ങൾ ഉറപ്പായിട്ട് ഈ കുട്ടിയെ കൊണ്ട് കാണിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിനെ കൊണ്ട് കാണിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ നേരെ അവരെ ക്യാൻസർ സെൻറ്ററിൽ വിട്ട്, ഇവിടെ RCCയിൽ കൊച്ചിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അവർ കണ്ടുപിടിച്ച്. അങ്ങനെ ആ ടീച്ചർ ഭയങ്കര പിടിക്കുകയാണ്. എല്ലാ കാര്യം നോക്കിയാലും കുട്ടികളെ അത്രത്തോളം ശ്രദ്ധിക്കും.
പക്ഷേ മറ്റേ ആ ബ്ലഡ് ക്യാൻസർ എന്ന കൊച്ച് പിന്നെ നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെയാണ് മരിച്ചു പോയത്. അപ്പൊ നജീമിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ആ ടീച്ചർ വളരെ നാലാമത്തെ പല്ലെവിടെ പോയി? അത് തന്നെ പിന്നെ പൊടിച്ചു. പിന്നെ ഇതെല്ലാം വീണതിന് ശേഷം പഠിച്ചപ്പോ 4 പല്ലും വന്നു. എങ്ങനെയാണെന്നറിയില്ല അത്. ആ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ആ 4ാമത്തെ പല്ല് വരില്ലായിരുന്നു. 4ാമത്തെ പല്ലില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ആവുമായിരുന്നു, പാട്ട് പാടാൻ നടക്കില്ല. നമ്മള് ശ്രദ്ധിക്കില്ലായിരുന്നു അക്കാര്യം. പല്ലില്ലല്ലോ ഞാൻ പാടും.